എളുപ്പത്തിനൊരു മുട്ടക്കറി അല്ലെങ്കിൽ നമുക്ക് ഒരു ഉള്ളിക്കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം കൊച്ചുകുട്ടിയൊക്കെ ആണെങ്കിൽ ചുമന്ന മുളക് വേണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക്, ഇത് വലിയ എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് 3 കഷ്ണം എടുത്തത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ടൊമാറ്റോ. ഇനി ഇത് കട്ട് ചെയ്യുന്ന വെച്ചാൽ വളരെ ചെറുതായിട്ട് അങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കട്ട് ചെയ്തിട്ട്. കണ്ടോ, എല്ലാം വളരെ ചെറുതായിട്ടുണ്ട്. ഉള്ളിയുണ്ട് തീരെ ചെറുതായിട്ട്, പച്ചമുളക്, ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്. ഇനി ഇതൊരു പാൻ വയ്ക്കുക, കടുക് വറുക്കുക, അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ പാനിൽ എണ്ണ ഒഴിക്കുകയാണ്. അതിൻ്റെ കറിവേപ്പില തീർന്നു, കറി ലീഫില്ല. അത് കാരണം ഞാൻ മുരിങ്ങയില ഉണ്ടല്ലോ, മുരിങ്ങയില നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് ബാക്കി ഞാൻ ഇങ്ങനെ ഇതുപോലെ ഫ്രീസറിൽ വെച്ചേക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരു പിടി ഇട്ട് കൊടുക്കും. അപ്പം ഞാനിവിടെ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ മുരിങ്ങയിലയാണ് കറിവേപ്പിലയ്ക്ക് പകരം യൂസ് ചെയ്യുന്നത്. അതും നല്ലത് തന്നെയാണ്. നമ്മുടെ കറിവേപ്പില ഇട്ട് കഴിഞ്ഞു, കറിവേപ്പിലയല്ല സോറി, നമ്മുടെ മുരിങ്ങയില ഇട്ടു. ഇനി ഉള്ളി, ഇത് ആദ്യം ഉള്ളി ഇടുന്നു. ഞാൻ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒരുമിച്ച് തന്നെ അതിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും. പച്ചമുളകും ഇട്ട് കൊടുക്കും. ലാസ്റ്റ് മാത്രമേ ടൊമാറ്റോ ഇടത്തുള്ളൂ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. വേണ്ട, വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിന് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് വേഗം, ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് വേഗം വേകുന്ന സംഭവമാണ്. ഒന്ന് അടച്ചിട്ടിരുന്നാൽ മതി. അടച്ചിട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് അടച്ചിട്ടാൽ നന്നായിട്ട് വേകും. ഇനി ഞാൻ ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കും. ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ ചട്ടിയുടെ ഈ ദോശക്കല്ല് ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കൂടുതലും ഫ്രൈ പാൻ ഉണ്ടെങ്കിലും ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഒരു ചെറുതുമുണ്ട് എനിക്ക്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. കണ്ടോ, ചട്ടിയായാലും സാമ്പാർ ഒഴിക്കാനും കുറച്ച് ചോറൊക്കെ ആണെങ്കിൽ കുറച്ച് ഒഴിക്കാനും അങ്ങനെയൊക്കെയുള്ള ചട്ടികളായാലും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് മീൻകറി വെക്കാനായിട്ട്. അപ്പം ഞാനിതിൽ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഒരു ചെറിയ അടപ്പ് വെച്ച് ഇതിനെ അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് ആവിയിലിരുന്നിട്ട് കുറച്ച് വേഗം ഒരു ചെറിയ തീയിൽ, വളരെ തീ കൂട്ടരുത്, വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. നമ്മുടെ ഉള്ളി ഏതുവരെ ആയെന്ന് നോക്കാമല്ലോ. നല്ല ചൂടുണ്ട്. വേണ്ടോ, ചെറിയ തീയിലിട്ട് നമ്മൾ വേവിച്ചതാണ്. അപ്പം അത് എണ്ണയൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കണ്ടോ, ഇനി ഇതിനെ നമുക്ക് ഒരു ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഓക്കെ, എന്താന്ന് വെച്ചാൽ മാറ്റി വെച്ചിട്ട് ആ നടുക്ക് നമ്മൾ ആ ടൊമാറ്റോ എങ്ങിട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ 2 സ്പൂണ്, ചെറിയ സ്പൂണാണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. കാരണം ഇതൊരു ചെറിയൊരു യെല്ലോ കളറിലായിരിക്കുന്നത്, റെഡല്ല. കാരണം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്, മുളക് പൊടിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടെ ഞാനൊരു മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതിന് നമ്മൾ പച്ചമുളക് ഇട്ട്, എന്നാലും കുരുമുളക്, ഒരു 2 സ്പൂണ് കുരുമുളക്, വെള്ളമായിട്ട് കറി മസാല എല്ലാം പൊടിച്ചത്. അത് അവരോട് ഇഷ്ടം പോലെ കുറച്ചിടുന്നതായിരിക്കും നല്ലത്. ഇതൊരു ചെറിയ സ്പൂണാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മസാല ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മസാലയും എല്ലാം കൂടി അടിയിലോട്ടിട്ട് ഈ ഉള്ളി ഇതിനെ മേളിലോട്ട് ഇട്ടിട്ട് ഇതിനെ അങ്ങ് കവർ ചെയ്യുക. ഇതേ കണ്ടോ, ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കും. ഇപ്പം നമ്മൾ ഇളക്കുന്നില്ല. ഓക്കെ, ഉള്ളി വെച്ചിട്ട് ഈ മസാല എല്ലാം അടിയിലോട്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് കവർ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മളൊരു പാത്രം വെച്ചിട്ട് വീണ്ടും അത് അടച്ചു വയ്ക്കുക ചെറിയ തീയിൽ. അത് അവിടെ ഇരുന്ന് വേഗം. ഇനി നമുക്ക് തുറന്നു നോക്കിയാലോ, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. നല്ലൊരു മണം, നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഈ ടൊമാറ്റോയിൽ നല്ല വെന്ത് അതിലോട്ടങ്ങ് ഉടഞ്ഞ് ചേരും. ടൊമാറ്റോ നല്ല അതിൽ കൂടെ ഉടഞ്ഞു. ആവശ്യത്തിന് എണ്ണ മാത്രം ഒഴിച്ചിട്ട് ഇനി എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഇത് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഓക്കെ, ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് തീ കൂട്ടി കൊടുക്കുക. കണ്ടോ, ഞാൻ തീ കൂട്ടി കൊടുത്തു. അപ്പോൾ എത്ര ഗ്രേവി നിങ്ങൾക്ക് വേണോ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്.
എന്നിട്ട് അതൊന്ന് തിളപ്പിച്ച് എടുക്കുക. അപ്പം ഇതിൽ നമുക്കിപ്പോൾ മുട്ട വേണമെങ്കിൽ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടക്കറിയായിട്ട് ആണ് വയ്ക്കുന്നതിൽ മുട്ട പുഴുങ്ങിയിട്ട് അതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കുക. അല്ല നമുക്കിങ്ങനെ ഉള്ളിക്കറി മാത്രമായിട്ടാണ് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ വലിയ എരിവൊന്നുമില്ല. ഇതിൻ്റെ കുരുമുളകിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറച്ചാൽ എരിവ് കാണത്തില്ല, കുട്ടികൾക്കെല്ലാം നല്ല ഇതായിരിക്കും. ഇതേ നോക്കിയേ, ഇതാണ് നമ്മുടെ ഉള്ളിക്കറി. നിങ്ങൾക്ക് ഇതിൽ മുട്ട പുഴുങ്ങിയിടാം, അല്ലെങ്കിൽ കാടക്കോഴിയുടെ മുട്ടയാണെങ്കിൽ അതിടാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാതെ വെറുതെ ഉള്ളിക്കറിയായിട്ടാണെങ്കിൽ ഉള്ളിക്കറിയായിട്ടും കഴിക്കുന്നതുണ്ടോ. അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെ എന്താന്ന് വെച്ചാൽ കഴിക്കുന്ന വളരെ സ്വാദിഷ്ടമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കണമെന്ന് ആലോചിച്ച് വന്നതാണ്. പെട്ടെന്ന് ജോലിയും കഴിഞ്ഞ് വന്നപ്പം അരി ഉഴുന്നൊന്നും വെള്ളത്തിൽ ഇടാൻ പറ്റില്ല. അപ്പം വേഗം എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഉഴുന്നെടുത്ത് വെള്ളത്തിൽ ഇട്ടു. ഒരു 10-15 മിനിറ്റ് ആയപ്പം ഉഴുന്ന് റെഡി ആയിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലോട്ട്, ഈ മിക്സി എനിക്ക് തോന്നുന്നു പൊടിക്കുന്ന മിക്സിയാണ്, അരയ്ക്കുന്നതല്ല. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല, ഏതായാലും ഒക്കെയാണ്. കണ്ടോ, ഇതാ ഉഴുന്ന് അതിലോട്ട് ഇട്ടു. ഇനി കുറച്ച് റാഗി പൗഡറും കൂടെ അതിൽ കൂടെ ഇട്ടു. കാരണം റാഗിയുടെ സീഡ് കിട്ടുന്നില്ല കടയിലെല്ലാം. ഇവിടെ ചോദിച്ചിട്ട് സ്റ്റോക്ക് ഇല്ല എന്നാ പറഞ്ഞത്. പൊടിയാണ് കിട്ടിയത്. പൊടിയെങ്കിൽ അത് രണ്ടും കൂടി ഇട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെക്കുക. ഇനി ഇതിന്റെ കൂടെ കുറച്ച് തേങ്ങാ വെള്ളം, അതായത് കുറച്ച് തേങ്ങാ വെള്ളയും പഞ്ചസാരയും കൂടെ 2 ദിവസമായി ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ച് വെക്കുക. അപ്പോൾ ദോശ ആയിട്ടോ അല്ലെങ്കിൽ അപ്പമായിട്ടോ എന്താന്ന് വെച്ചാൽ അങ്ങനെ എടുക്കും. എന്താ അരച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പം ഇത് നാളെ ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതെന്താന്ന് വെച്ചാൽ കാണിക്കും. ഇതിപ്പോൾ രാത്രി അരച്ച് വെച്ചതാണ്. അപ്പം നമ്മുടെ അരച്ച് വെച്ചിരുന്ന മാവതെ നല്ല നല്ല രസമായിട്ട് ഉഴുന്നും റാഗിപ്പൊടിയും കൂടെ ചേർത്ത് വെച്ച മാവ് നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് നമുക്കിനി ദോശയാണെങ്കിൽ ദോശ, അല്ലെങ്കിൽ അപ്പമായിട്ട് വേണമെങ്കിൽ അപ്പമായിട്ട്, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലൊരു സ്പൂൺ മാവ് എടുക്കുക. കുറച്ചങ്ങോട്ട് പോയി കേട്ടോ കലയിൽ. എന്നിട്ടതാ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ എന്തായാലും ശകലം ഒരു ബട്ടറിൻ്റെ പുറത്തോട്ട് കുറച്ചൊന്ന് ഇടുക. കണ്ടോ, നമ്മുടെ ദോശ ഞാനിങ്ങനെ ഇളക്കിയിട്ടു. അയ്യോ, ഇതിൻ്റെ ഒരു വാല് കഷ്ണം ഇവിടെ ആയിപ്പോയി. ദോശ ഇങ്ങനെ ഇളക്കിയിട്ട് കണ്ടോ, നല്ല നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. റാഗിപ്പൊടിയും ഉഴുന്നും കൂടെ കുതിർത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അരച്ച ദോശയാണ്. അങ്ങനെ ഇങ്ങനെ ഓരോ ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇതാണ് നമ്മുടെ റാഗി ദോശ എന്ന് പറയുന്നത്. ദോശയായിട്ടോ അപ്പമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. വളരെ ഹെൽത്തിയും ടേസ്റ്റുമാണ്. ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ റാഗിപ്പൊടിയും ഉഴുന്ന പരിപ്പ് കുതിർത്ത് വെച്ച് രാത്രി രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. രാവിലെ ആയപ്പോൾ ഇതിനെ നമുക്ക് ദോശയായിട്ടോ അപ്പമായിട്ടോ എന്താന്ന് വെച്ചാൽ നമുക്കുണ്ടാക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മളുണ്ടാക്കിയ ഉള്ളിക്കറിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ വളരെ സ്വാദുമായിരിക്കും, ടേസ്റ്റും ആയിരിക്കും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആ കറി കൂടെ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. നമ്മളുണ്ടാക്കിയ ഉള്ളിക്കറിയും ഉണ്ടോ ദോശയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ് റാഗി ദോശയും ഈ ഉള്ളിക്കറി. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോക്കി എന്ത് രസമെന്ന് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.